പുതിയൊരു സ്വാഗതം. നമ്മൾ ഗപ്പി ചത്തോലുണ്ടായിരുന്നു, ഒന്നും കുഴപ്പമില്ല. നമ്മൾ കൂത്തടീനെ കുറച്ചൊന്ന് കൊടുത്തിട്ടുണ്ട് ഗേസ്. ഇപ്പം ഗപ്പികൾ ഉഷാറാണ്. ഒരു കുഞ്ഞു കുട്ടിയാണ് ചത്തുപോയത്. ഒരു കുട്ടിക്ക് എന്തോ കഴിയാത്ത ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ഇത് ആക്റ്റീവാണ്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുൾ ആക്റ്റീവാണ് ഗപ്പികൾ, ഫുൾ ആക്റ്റീവാണ്. ഭക്ഷണം കൊടുക്കാറില്ല, ഫുള്ള് ആ ചേറാണ് തിന്നല്. ഇപ്പോൾ ടാങ്ങിനകത്ത് ചേറാണ് എൻ്റെ ഭക്ഷണത്തിനായി തിന്നല്. എപ്പോൾ ഇങ്ങനെ കൂത്തലുണ്ടെങ്കിലും കൂത്തല എടുക്കും. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങളിപ്പോൾ ഫുൾ ആക്റ്റീവാണ് ഗേസ്. പിന്നെ അതിൻ്റെ വീട്ടിൽ കുറച്ച് വേറെ മൃഗങ്ങളുണ്ട് ഗേസ്, കാണിച്ചുതരാം ഗേസ്. ഭയങ്കര വെയിലാണ്. ഇതെൻ്റെ നായാണ് ഗേസ്, നായാണ്. ഞാൻ കുറച്ചുണ്ട് കൊണ്ടുപോട്ടെ പുറത്ത്. ഇത് കോഴി എല്ലാവരും എടുക്കുന്നുണ്ട്. ഇതാണ് പൂങ്കോഴി, പടക്കോഴികൾ അറിയാതിരിക്കും. മുട്ടക്കടയിരിക്കുന്നതാണോ ഡൗട്ടുണ്ട്, ചെറിയ ഡൗട്ട് കാണിച്ചിട്ടുണ്ട് ഗേസ്. എത്ര മുട്ടയുണ്ടെന്ന് അറിയില്ല. മുട്ട ചെറുതായി കാണുന്നുണ്ട് പുറത്തേക്ക്. 2 കോഴികൾ അടയിരിക്കുന്നുണ്ട്, 2 കോഴിയാണ് അടയിരിക്കുന്നത്. ബാക്കിയെല്ലാം സുഖമായിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമറ ഒത്തല്ലേ. ഇതാണ് കോഴികൾ. ബാക്കിയെല്ലാം വഴിയൊന്നും പോകാനില്ല. ഒന്നേ ഉള്ളൂ, അത് ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത്. അടുത്ത ആകെ മുട്ടയുണ്ടാവില്ലല്ലേ, അങ്ങനെയാണ് ഇപ്പം അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. കൂട്ടിയിട്ടില്ലെങ്കിൽ പുറത്ത് തുറന്നു വിടാണ്ട്, അധികം തുറന്നു വിടാണ്ട് വളർത്തുന്നതാണ്. വേറെ തകയാണ് ഈസിയുടെ ബിലിമ്പി മരം. അവിടെ കുറച്ച് കൊത്തിയതാണ് കേസ്, അത് ബിലിമ്പിൻ്റെ ആണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അത് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ നോക്കാം. എന്തായാലും മുട്ട എടുക്കും, അത് ഞാൻ എന്തായാലും മുട്ട എടുക്കും. അത് എൻ്റെ മുട്ട കുറേ ഉണ്ടായിട്ടുണ്ട്, കുറേ ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു മുട്ട. ഇപ്പോൾ 2 എണ്ണം ഇരിക്കുന്നുള്ളൂ, എത്ര മുട്ടയുണ്ടെന്നൊന്നും അറിയില്ല. നമ്മൾ ബാക്കി ടാങ്കിൻ്റെ സൈഡിൽ കുറേ എന്തെങ്കിലും ഉണ്ടായി കച്ചറ, അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കുറേ കച്ചറ എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാണിച്ചിടം വിട്ടുപോയി. കുറേ കച്ചാണ് വീട്ടിൻ്റെ ടാങ്കിന് ശേഷം വരുന്നുണ്ട്. ടാങ്ക് ശേഷം ഏറ്റവും ഗപ്പി ഉണ്ടാറുണ്ട്. അമ്മച്ചുള്ള നദി കൂടൽ സൈഡ് ഇവിടെ ഫുള്ള് ക്ലീനാക്കാറുണ്ട്. അത് പിന്നെ ദിവസം ക്ലീനാക്കുന്നതായിരിക്കും നമുക്ക് അതിൽ. പിന്നെ ആ ടാങ്കിൻ്റെ ഞാൻ ലീക്കേജിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതിന് ശരിയാക്കുന്നത് ആ ഭാഗത്താണ് ലീക്കേജ് വരുന്നത്. താഴോട്ടാണ് ആ വെള്ളത്തിന് കുറച്ചൊന്ന് മുന്നോട്ടായി ലീക്കേജ് വരുന്നത്. അവിടെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഇതാണ് ലീക്കേജിൻ്റെ ഇത് വരുന്നത്. ഇതിനപ്പുറത്താണ് ലീക്കേജ് ഇതിലുള്ള ഈ സിമെൻറ്റ് വെട്ട കൂടെയാണ് ഗേസ്. നല്ല ഉരുന്നല വെച്ചിട്ടുണ്ടായിരുന്നു ഗപ്പി ഗേസ്. ഇതാണ് കുഞ്ഞ് വീണ്ടും ഗേസ്, ചത്ത ഗപ്പി ഗേസ്. ഇതാണ് ചത്ത കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുട്ടി ചെയ്യുന്നുണ്ട്. ഇതാണ് ഗേസ് ചത്ത ഗപ്പി. ഇങ്ങനെ ചത്തയൊന്നും അറിയില്ല. ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോൾ ചത്ത നെല്ലിയൊക്കെ കണ്ടതാണ്. ഞാൻ അങ്ങോട്ട് തലപ്പുറത്തേക്ക് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. എൻജോയ് അതിൻ്റെ ചത്തതില്ല ഗേസ്. അങ്ങനെ ഗപ്പി കുട്ടന്മാർ. ചെങ്ങാനെ എടുക്കും പോകണം ഗേസ്. എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത വീഡിയോ ഇടാം. ഓക്കെ.